വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന വരാൻ പോകുന്ന LDC, LGS, CPO എന്നിങ്ങനെയുള്ള ഏത് എക്സാമിനേഷനും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ്. ഇപ്പം ഇന്നത്തെ ക്ലാസ് നമ്മുടെ പതിവ് രീതിയിൽ നിന്നും 150 ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ മാറ്റി വെച്ചിട്ട് കറന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. ഈ ഒരു ഭാഗം നിങ്ങൾക്കറിയാം, ഒരു മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നതാണ്. വേണമെങ്കിൽ എനിക്ക് 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്താം, എന്നാലും ഞാൻ ഓർത്തു വേണ്ട, ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിനകത്ത് ഇതിനെ ഉൾപ്പെടുത്തി തന്നേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പം ഇതിനകത്ത് നമുക്കറിയാം, നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളിൽ നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം, അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം, ആശാൻ പുരസ്കാരം, ഇങ്ങനെയുള്ള അതുപോലെ ജ്ഞാനപീഠ പുരസ്കാരം, സരസ്വതി സമ്മാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു വെക്കണം. മുൻവർഷ ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാലും റീസെന്റ് നടന്ന ഒരു ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാലും ഒക്കെ നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു മാർക്ക് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, അന്ന് അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ പോയേനെ അല്ലേ, അന്നൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയതുപോലെ നമുക്ക് തോന്നും, അന്നൊന്ന് പഠിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. അതുകൊണ്ട് നമ്മൾ തരുന്ന സാഹിത്യ പുരസ്കാരങ്ങൾ നല്ലതുപോലെ പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ LDCക്കും LGSനും വേണ്ടിയിട്ട് ഒരു റിവിഷൻ ക്ലാസ് നമ്മുടെ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, LDC റിവിഷൻ ക്ലാസ്സിൻ്റെതാണെങ്കിൽ ടോട്ടൽ കോഴ്സ് ഫീസ് 750 രൂപയാണ് വരുന്നത്. ഇപ്പൊ നമ്മളൊരു ചെറിയ ഓഫർ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ് ആപ്പിന്റെ ഫോളോവേഴ്സിനാണ്. അതായത് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്തിട്ട് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മളൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ കോഡ് വഴി കയറുവാണെന്നുണ്ടെങ്കിൽ ഓൺലി 400 രൂപയ്ക്ക് അവർക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതായത് സിലബസ് വൈസ് ഫുൾ റിവിഷൻ ചെയ്യുകയാണ്. ഇതുവരെ പഠിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്കുണ്ടെങ്കിൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് റിവിഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ കൂപ്പൺ കോഡ് കൊടുക്കുന്നത്. ആപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ് പർച്ചേസ് ചെയ്താൽ 400 രൂപയാകുള്ളൂ. ക്ലാസ് നമ്മൾ ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യും. കൂപ്പൺ കോഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജൂൺ 1 രാവിലെ 7 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലെ ജൂൺ 1 ഇപ്പൊ ഈ സമയത്തൊക്കെ കൂപ്പൺ കോഡ് ആക്റ്റീവ് ആണ്. ജൂൺ 1 രാവിലെ 7 മണി വരെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫീസിൽ ക്ലാസ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നാണെങ്കിൽ LDCക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാകും? 750 രൂപ അടച്ചേ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ LGSന്റെ കാര്യം ഞാൻ പിന്നാലെ പറയാം. ഇവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണ്? കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പം നമ്മുടെ ആ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക് വൈസ്, നിങ്ങൾക്കറിയാം LDC എക്സാമിനേഷന് നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി ഉണ്ട്. ഹിസ്റ്ററിയിൽ 3 ഡിവിഷൻ ഉണ്ട്: കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ജോഗ്രഫിക്കകത്തും ജോഗ്രഫി, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറഞ്ഞ ഡിവിഷൻ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട്സ് ഉണ്ട്, സുപ്രധാന നിയമങ്ങൾ, കേരള ഗവേണൻസ്, കേരളത്തിൻ്റെ ഭരണരംഗം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് നമുക്ക് തിരിക്കാം. മാത്സ് ഉണ്ട്, നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട് അല്ലെ. ഇങ്ങനെ നിങ്ങൾക്ക് സബ്ജക്റ്റുകൾ കിടക്കുവാണ്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇതിനെല്ലാം ബേസ് ചെയ്തുള്ള ഈ റിവിഷനാണ് നമ്മൾ വളരെ തുച്ഛമായ ഫീസിന് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ഇപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ, അത് ഞാൻ പറഞ്ഞു ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ആപ്പിൽ നേരത്തെ കോഴ്സ് പർച്ചേസ് ചെയ്തു എന്നല്ല പറഞ്ഞത്. ഈ ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിന്റെ ആപ്പ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ക്ലാസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൂപ്പൺ കോഡ് ഞാൻ ആപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മെസ്സേജ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. സോ നിലവിൽ ആപ്പിലുള്ളവർക്കാണ് ഇപ്പോൾ ഇത് കിട്ടുന്നത്. ആപ്പിൽ ജോയിൻ ചെയ്യുന്നവർക്കും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു, മലയാളത്തിലെ സാഹിത്യ പുരസ്കാരമാണ്. എല്ലാ സാഹിത്യ പുരസ്കാരങ്ങളെയും ഉൾപ്പെടുത്തുന്നില്ല, വളരെ ടോപ്പിക് വൈസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കാം. എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അപ്പം എഴുത്തച്ഛന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് ഇത്, എഴുത്തച്ഛൻ പുരസ്കാരം. അങ്ങനെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരം 2023 അർഹനായ വ്യക്തിയാണ് ഡോക്ടർ SK വസന്തൻ. പഠിച്ചു വെച്ചേക്കണം കേട്ടോ, ഡോക്ടർ SK വസന്തൻ. അപ്പോൾ എഴുതി വെക്കുക, വസന്തൻ എഴുതിയെന്ന് എന്തായാലും ഓർക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം എഴുതി വസന്തൻ എഴുതിയെന്ന് ഓർത്ത് വെച്ചേക്കുക. ഡോക്ടർ SK വസന്തൻ. അപ്പം ഞാനിതൊരു കോഡ് ഇവിടെ ഇട്ടു എന്നേ ഉള്ളതേ ഉള്ളൂ.
വസന്തൻ എഴുതി. ഇതിങ്ങനെ ഓർത്താൽ മതി കേട്ടോ. വസന്തൻ എഴുതി. വസന്തൻ എഴുതിയത് എന്താ? 2023 എന്നാണ് വസന്തൻ എഴുതിയത്. വസന്തൻ എഴുതി 2023. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ SK വസന്തൻ. ഓർത്തു വയ്ക്കുക, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ്. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ട് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 2023 അർഹനായതാരാണ്? ഡോക്ടർ SK വസന്തൻ. നമ്മളതൊരു കോഡിലൂടെ പഠിക്കുന്നു. വസന്തൻ എഴുതി 2023. 2023 കിട്ടിയ വർഷമാണ്. എഴുതി എഴുത്തച്ഛൻ പുരസ്കാരമാണ്. കിട്ടിയത് വസന്തനാണ്. അപ്പൊ 2023 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ വ്യക്തിയാണ് ഡോക്ടർ SK വസന്തൻ. നിങ്ങളിത് പഠിക്കുമ്പം 2023 മാത്രം പഠിച്ചാൽ പോരാ, 2022 21 കൂടി പഠിച്ചു വെക്കണം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനായിരുന്നു കേട്ടോ. 2022 പുരസ്കാരം ലഭിച്ചത് സേതുവിനും. 2021 P വത്സല. പെർഹാപ്സ് P വത്സലയെ കുറിച്ച് ക്വസ്റ്റ്യൻ വരാം. കാരണം P വത്സല നമുക്കറിയാം, ഇവരിപ്പോ ഈ റീസെന്റ് ആണ് മരിച്ചു പോയത്. അപ്പൊ അതുകൊണ്ട് P വത്സല പഠിച്ചു വെച്ചിരിക്കുക. 2021 എഴുത്തച്ഛൻ പുരസ്കാരം P വത്സല. റിപ്പീറ്റ് ചെയ്യുന്നതോടൊപ്പം 2021 എഴുത്തച്ഛൻ പുരസ്കാരം P വത്സല, 2022 സേതു, 2023 ഡോക്ടർ SK വസന്തൻ. ഓക്കെ, എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പം ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. ഇതിന്റെ സമ്മാനത്തുക ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തുക എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2017 മുതലാണ് എന്ത് നൽകിയത്? 5 ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് നൽകി തുടങ്ങിയത്. 2010 1 ലക്ഷം രൂപയുള്ളായിരുന്നു. 2017 മുതലാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ 2010 കഴിഞ്ഞ് 1.5 ലക്ഷമാക്കി. അത് കഴിഞ്ഞ് 2017 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാക്കിയത് എന്നുകൂടി ഓർത്തു വെക്കുക. ഇവിടെ പിന്നെ നമ്മൾ പഠിക്കേണ്ടത് ഡോക്ടർ SK വസന്തന് 2023 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന്റെ ചില പ്രധാന കൃതികൾ അറിഞ്ഞു വെക്കണം. കാരണം PSC ചില കൃതികൾ തന്നിട്ട് ഇതിന്റെ ആരുടെ കൃതിയാണ് അല്ലെങ്കിൽ ഇതിന്റെ കർത്താവ് ആരെ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ SK വസന്തന്റെ 2-3 കൃതികൾ നമുക്ക് നോക്കാം. അതും കൂടി പഠിക്കണം കേട്ടോ. കഥാകൃത്ത്, നോവലിസ്റ്റ്, അധ്യാപകൻ, ചരിത്ര ഗവേഷകൻ, നിരൂപകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ SK വസന്തൻ. അദ്ദേഹത്തിന്റെ ചില പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു വേണമെങ്കിൽ ചോദിക്കാം. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു അതിന്റെ രചയിതാവ് ആരാന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ഡോക്ടർ SK വസന്തന്റെ കൃതി ഏതാന്ന് ചോദിക്കാം. നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, പടിഞ്ഞാറൻ കാവ്യമീമാംസ, ഇത് ഇത്രയും ഇദ്ദേഹത്തിന്റെ ചില പ്രശസ്തങ്ങളായ കൃതികളാണ്. അപ്പൊ പഠിച്ചു വെക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ആരാ നേടിയത്? ഡോക്ടർ SK വസന്തൻ. വസന്തൻ എഴുതി എന്താ എഴുതിയത്? 2023 അല്ലെ. 2022 കിട്ടിയത് സേതുവിനാണെന്ന് ഓർക്കാം. 2021 P വത്സലയ്ക്കാണ്. P വത്സലയെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങൾ പഠിക്കുമ്പം 2023 ലേറ്റസ്റ്റ് കൊടുത്തത്, അതിന്റെ തൊട്ടു മുന്നിലെ 2 വർഷങ്ങൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ഇത് മറക്കരുത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, റിവിഷൻ ക്ലാസിന്റെ കാര്യം ജൂൺ 1 മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പിലൂടെ LDCയുടെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ജൂൺ 1 രാവിലെ 7 മണിക്ക് തൊട്ട് മുന്നേ വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ആർക്കാണ്? ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിന്റെ ആപ്പിലുള്ള കുട്ടികൾക്കാണ്. ആപ്പിൽ ക്ലാസ് എടുത്തവരെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ആപ്പ് ഓൾറെഡി നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത വ്യക്തികൾക്ക് ഒരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൺലി 400 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ സിലബസ് റൈസ് ചെയ്തതിന്റെ റിവിഷൻ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പം ജൂൺ 1 7 മണിക്ക് ശേഷം ജോയിൻ ചെയ്താൽ ഈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കൂപ്പൺ കോഡ് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക്